എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഫ്രഷ് സ്റ്റിറിങ്സ് ഓൺ ഫെഡറലിസം ആസ് എ ന്യൂ പൊളിറ്റിക്സ് എന്ന എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. നമുക്കറിയാം 1789 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. എന്താണ് ഈ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ? അതായത് they will be having a central government and or a union government. Along with that they will be having provincial അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെന്റുകളും യൂണിയൻ ഗവൺമെന്റുകളും ചേർന്നിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തെ അല്ലെങ്കിൽ മിക്സ്ഡ് കോമ്പൗണ്ട് ഓഫ് ഗവൺമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെഡറൽ ഗവൺമെന്റുകൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യ എന്ന ഒരു ഫെഡറൽ സ്ട്രക്ചറിലുള്ള ഒരു ഗവൺമെന്റിന്, ഒരു രാജ്യത്തിന് ചില മേഖലകളിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റെപ്പ് ബാക്കുകൾ കാരണമായിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഫെഡറലിസത്തിന് ഒരു സ്റ്റെപ്പ് ബാക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് പരിശോധിക്കുകയും അതിന് ഒരു സജഷൻസുമാണ് ഈ ഓതേഴ്സ് ഈ ഒരു ആർട്ടിക്കിൾ വഴി നമ്മളോട് പറയുന്നത്. ഒന്നാമത്തെ ഘടകമായിട്ട് ഇദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ പറയുന്നത്, ഇന്ത്യൻ സംവിധാനം പലപ്പോഴും ഈ ഫെഡറൽ സ്ട്രക്ചറിൽ നിന്ന് മാറുകയും ഒരു സെൻട്രലൈസ്ഡ് ടെൻഡൻസി കൂടുതൽ കാണിക്കുന്ന ഒരു പൊളിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുന്നു എന്ന ഒരു ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. എന്താണ് സെൻട്രലൈസ്ഡ് ആകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്? നമുക്കറിയാം, കുറെ എക്സാമ്പിൾസ് നമുക്ക് എടുക്കാം. നമ്മളിവിടെ പല ഇടങ്ങൾ കണ്ടിട്ടുണ്ട്. വാക്സിൻ വാസ്, GST ഇഷ്യൂസ്, പേഴ്സണൽ ബാറ്റിൽസ് ലൈക്ക് ഓവർ വെസ്റ്റ് ബംഗാൾ ചീഫ് സെക്രട്ടറി ആൻഡ് സോ ഓൺ. അങ്ങനെയുള്ള പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ റെഡി ഫോർ എ ന്യൂ ഫെഡറൽ ബാർഗെയിൻ എന്നതാണ് ഇതിന്റെ ഈ ആർട്ടിക്കിളിന്റെ ഏറ്റവും കാമ്പ് അല്ലെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇന്ത്യ ഫെഡറലിസത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നത് എന്ന് നോക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫെഡറൽ സിസ്റ്റത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇലക്ഷൻ വിന്നിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ റിസൾട്ട് ആയിട്ട് വരാറുണ്ട് പലപ്പോഴും. എന്നാൽ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി തന്നെയാണ് ഗവർണൻസിനെ, രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ പലപ്പോഴും തീരുമാനിക്കുന്നതും അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് മാറാറുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഐഡിയോളജിയാണ് നാഷണലിസം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ദേശീയവാദം വളരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. എന്താണ് ദേശീയവാദം എന്ന് പറയുന്നത്? ദേശീയവാദം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന ഒരു യുണീക്ക് ഐഡന്റിറ്റിയെ കുറിച്ചിട്ടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ബട്ട് ആക്ച്വലി ഇന്ത്യ ഈസ് നോട്ട് സച്ച് എ കൈൻഡ് ഓഫ് എ യുണീക്ക് ഐഡന്റിഫയബിൾ പേഴ്സൺ. വൈ? നമുക്കറിയാം, രാജ്യത്തില് പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, പല സംസ്കാരത്തിൽ ജീവിക്കുന്നവരുണ്ട്, പല ദേശത്തിൽ ജീവിക്കുന്ന, പല വസ്ത്രധാരണ രീതികൾ അനുവർത്തിക്കുന്ന, പല തരങ്ങളിലുള്ള ഭക്ഷണശീലങ്ങൾ അനുവർത്തിക്കുന്ന ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തത തുളുമ്പുന്ന ഒരു ജനതയുടെ കൂടിച്ചേരലാണ് ഇന്ത്യ എന്ന ഒരു രാജ്യം. അത്തരത്തിലേക്ക് ഇന്ത്യ അല്ലെങ്കിൽ ഒരു സഡൻ ഇൻഫ്യൂഷൻ ആണ് ഒരു നാഷണലിസം എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഔട്ട്പുട്ട് ആയിട്ട് വേണമെങ്കിൽ പറയാം, ഇന്ത്യ വൺ നേഷൻ വൺ മാർക്കറ്റ്, വൺ നേഷൻ വൺ റേഷൻ കാർഡ്, വൺ നേഷൻ വൺ ഗ്രിഡ് ഇൻ ദ ഫ്രെയിമിംഗ് ഓഫ്, അല്ലെ? ഇത്തരത്തിലുള്ള വൺ നേഷൻ വൺ മാർക്കറ്റ്, ഇത്തരത്തിലുള്ള ഐഡിയോളജികൾ പലപ്പോഴും കണക്കിലെടുക്കുന്നത് എന്താണ്? ഒരു വലിയ രാജ്യത്തിനെ അല്ലെങ്കിൽ ഏക മുഖമുള്ള ഒരു രാഷ്ട്രത്തെയാണ് ഈ നാഷണലിസം സ്വപ്നം കാണുന്നത്. എന്നാൽ ആക്ച്വലി ഇന്ത്യ എന്നൊരു രാജ്യം ഏകമുഖമുള്ളതല്ല, പകരം ബഹുമുഖമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. എങ്ങനെ? ലാംഗ്വേജ്, വസ്ത്രധാരണം, റീജിയൻ, സംസ്കാരം, ആഹാരം, അങ്ങനെ എല്ലാ മേഖലകളിലും ഈ തരത്തിലുള്ള വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മറ്റൊരു തലങ്ങളിലേക്കാണ് ഈ സിസ്റ്റം ഇത്തരത്തിലുള്ള ഒരു നാഷണലിസ്റ്റിക് ഐഡിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ചില രീതികളിൽ നാഷണലിസം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ യൂണിഫൈഡ് നേഷൻ. പക്ഷെ ഈ യൂണിഫൈഡ് നേഷൻസിൽ നമ്മുടെ ബേസിക് ഐഡിയോളജിയിൽ ഈ ഫെഡറലിസം ഈസ് വൺ അമംഗ് ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വി ആർ നോട്ട് ഇൻ ദ പൊസിഷൻ ടു ഒമിറ്റ് ദ ഫെഡറലിസം, ബട്ട് നൗ എ ഡേയ്സ് വി ആർ സ്റ്റെപ്പിംഗ് അവേ ഫ്രം ദ ഫെഡറലിസം എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് ഫ്ലെക്സിബിൾ ഫെഡറേഷൻ അല്ലെങ്കിൽ ഫെഡറലിസം എന്ന് പറയുക. എന്താണ് ഈ ഫ്ലെക്സിബിൾ ഫെഡറേഷൻ അല്ലെങ്കിൽ ഫെഡറലിസം എന്ന് പറയുന്നത്? നമുക്കറിയാം, യൂണിയൻ ഗവൺമെന്റ് ഭരിക്കുന്ന അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും. അതേ പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള വിഭാഗമായിട്ടുള്ള ചില സംസ്ഥാനങ്ങൾ സ്റ്റേറ്റുകളും അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഗവൺമെന്റുകളും ഭരിക്കപ്പെടുന്നുണ്ട്. അതായത് സെയിം പൊളിറ്റിക്കൽ പാർട്ടി വിൽ ബി അറ്റ് സെന്റർ ആൻഡ് സ്റ്റേറ്റ് എന്ന ഒരു തലങ്ങളിലും പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ് മച്ച് മോർ പവർ ടു ദ യൂണിയൻ ഗവൺമെന്റ്. എങ്ങനെയാണ് നമുക്കറിയാം, ഇൻ എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് ഓഫ് 368 നമുക്കറിയാം, ചില ഫെഡറലിസത്തെ ബാധിക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം? നമ്മൾക്കറിയാം, 3/2 ഭൂരിപക്ഷത്തോടുകൂടി പാർലമെന്റിന്റെ ഇരുസഭകളും പാസ്സാക്കണം. അതുപോലെ തന്നെ എന്താണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് സിമ്പിൾ മെജോറിറ്റിയിൽ ആ ബില്ലുകളെ പാസ്സാക്കുകയും വേണം. എന്നാൽ സെയിം പൊളിറ്റിക്കൽ പാർട്ടി തന്നെ ഭരിക്കുന്ന സമയം ഉണ്ടാകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് എന്താണ് ഈ തരത്തിലുള്ള സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ കൺസെന്റ് ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ പറയുന്നത് 368 ക്ലോസ് 2 പറയുന്നു. എന്താണ്? 3/2 ഭൂരിപക്ഷം ഇരുസഭകളിലും വേണം. മിനിമം സിമ്പിൾ മെജോറിറ്റിയിൽ സംസ്ഥാനത്തിന്റെ പകുതി 50% സംസ്ഥാനങ്ങളെങ്കിലും സിമ്പിൾ മെജോറിറ്റിയിൽ ഇത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ബിൽ വിൽ ബി ആൻ ആക്ട്. അത്തരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടുതൽ ശക്തമായിട്ട് അല്ലെങ്കിൽ ഒരു യൂണിഫൈങ് ടെൻഡൻസി അല്ലെങ്കിൽ സെൻട്രലൈസിങ് ടെൻഡൻസി വളരെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോഴാണ് പറയുന്നത് ഇതിനകത്ത് ഒരു ഫ്ലെക്സിബിൾ ഫെഡറലിസം ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അടുത്ത ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസ്ക്കൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിവൈഡ് എമംഗ് സ്റ്റേറ്റ്. നമുക്കറിയാം, രാജ്യത്ത് പല സംസ്ഥാനങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിന് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. പക്ഷെ നമ്മുടെ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ സദേൺ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ വെസ്റ്റേൺ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ ദക്ഷിണ ഭാഗത്തും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളും എന്താണ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോർത്തേൺ സംസ്ഥാനത്തെക്കാളും ഈസ്റ്റേൺ സംസ്ഥാനത്തെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് നമ്മളുടെ സൗത്ത് വെസ്റ്റേൺ സ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ they are performing well, and hence the people is having a better living standards as well when it compares with northern and eastern state. അല്ലെ? അപ്പം ഇത്തരത്തിലുള്ള ബെറ്റർ ലിവിങ് എവിടെ ഉണ്ടാവുന്നുണ്ട്? ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ബെറ്റർ ജോബുകൾ ഉണ്ടാവുന്നുണ്ട്. സോ ദാറ്റ് സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ കളക്ട് മച്ച് മോർ ടാക്സ് ഫ്രം ദ സൗതേൺ ആൻഡ് വെസ്റ്റേൺ സ്റ്റേറ്റ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് പൂളിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഈ സൗത്ത് വെസ്റ്റേൺ സംസ്ഥാനങ്ങളാണ്. എന്നാൽ നോർത്തേൺ സംസ്ഥാനങ്ങളും ഈസ്റ്റേൺ സംസ്ഥാനങ്ങളും UP അല്ലെങ്കിൽ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പൂളിൽ നിന്ന് ബെനിഫിറ്റുകൾ സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പൊ ബെറ്റർ ലിവിംഗ് കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ they will be having a kind of better expenditure as well. അതുപോലെ തന്നെ എന്താണ്, they are paying much more tax when it compares with northern and eastern state. അത്തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ടാക്സ് പൂളിൽ ഏറ്റവും മികച്ച കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് സദേൺ സ്റ്റേറ്റുകളും വെസ്റ്റേൺ സ്റ്റേറ്റുകളും ഉണ്ടാവുന്നു. പക്ഷേ നോർത്തേൺ സ്റ്റേറ്റുകളും ഈസ്റ്റേൺ സ്റ്റേറ്റുകളും എന്താവുന്നില്ല, അത്രയും പെർഫോം ചെയ്യുന്നില്ല. പകരം എന്താണ്, they will be receiving much more contribution from the southern state as a in the name of grant or something else. ഇത്തരത്തിലുള്ള ഒരു റിസീവർ ആയിട്ട് നോർത്തേൺ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ പോകുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് മറ്റൊരു ഇഷ്യൂ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ബെറ്റർ ലിവിംഗ് സ്റ്റാൻഡേർഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ സൗത്ത് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റേറ്റുകളിൽ they are having a controlled population growth കമ്പാരിറ്റീവ്ലി ഡീസലറേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ, നോർത്തേൺ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ പോപ്പുലേഷൻ ഈസ് ഗെറ്റിംഗ് ബൾജ്ഡ്, വളരുന്ന അല്ലെങ്കിൽ ബൾക്കിയർ ആവുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ എവിടെ കാണുന്നത്? നോർത്തേൺ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുക? ഇതിന്റെ അടുത്തൊരു ഇമ്പാക്ട് ഉണ്ടാവാൻ സാഹചര്യം എന്ന് പറയുന്നത് population growth will be a deciding factor for the government of this country. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. വരുന്ന 2026 there is a delimitation commission will be happening. Delimitation commission ശേഷം പോപ്പുലേഷൻ അനുസൃതമായിട്ട് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ആർക്ക് ലഭിക്കും? ഈ നോർത്തേൺ സ്റ്റേറ്റുകളിലായിട്ടുള്ള UP പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, they will be having a great say in
നോർത്ത് ആൻഡ് ഈസ്റ്റേൺ സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ സാധ്യത? റിസൾട്ട് എന്തായിരിക്കാം? യു പി പോലുള്ള സംസ്ഥാനം അല്ലെങ്കിൽ മറ്റൊരു നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പോപ്പുലേഷനും കൂടുതൽ സീറ്റുകളും ഉണ്ടാകുമ്പോൾ അവരായിരിക്കും എന്തിന്റെ ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് ആരാവണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഡിസിഷൻ മേക്കേഴ്സ് ആവാൻ സാഹചര്യമുള്ള ഒരു മേഖലയാണ് ഈ നോർത്തേൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ഉൾപ്പെടുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ പറയുന്നത് there will be the deciding factor for the government of this upcoming governments of this country. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഫിസ്ക്കൽ മാനേജ്മെന്റ് വളരെയധികം ബാധ്യതയാക്കി ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാര്യം കൂടുതൽ കോൺട്രിബ്യൂട്ടേഴ്സ് ഇവിടെ നിന്ന് വരികയും ഇവിടെ നിന്ന് നോർത്തേൺ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ ഗ്രാൻഡുകളായിട്ടും ഇൻസെന്റീവ്സ് ആയിട്ടും ഈ ടാക്സ് പൂളിൽ നിന്ന് പോവുകയും ചെയ്യുമ്പോൾ there will be having a possibility of a tug of war among states. എങ്ങനെയാണ് ശ്രമിക്കുക? ഈ കാരണം എന്താണ്? ഇറ്റ് ഒബ്വിയസ്ലി that became the vote bank of central government hereafter after 2026. അപ്പോൾ എന്ത് ചെയ്യണം? കൂടുതൽ ഗ്രാൻഡുകൾ അവിടേക്ക് നൽകേണ്ടി വരും ഫ്രം ദ പോക്കറ്റ് ഓഫ് സദേൺ ആൻഡ് വെസ്റ്റേൺ സ്റ്റേറ്റ്. അതൊരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉണ്ടാകാനുണ്ട്. ഇതിനൊരു ഉത്തരമായിട്ട് എന്താണ് നൽകിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന തന്നെ അതിനൊരു ഉത്തരം നൽകിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 263 263 ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആയിട്ട് രൂപീകരിക്കപ്പെടുക. അതിനെക്കുറിച്ച് തന്നെയാണ് പലപ്പോഴും ഈ ദ്രാവിഡ മുന്നേറ്റ കഴകം പോലുള്ള റീജിയനുകൾ പലപ്പോഴും ഈ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ ചൊല്ലി വളരെയധികം കൺസേൺ ആയിട്ടുണ്ട്. ദ്രാവിഡ മുന്നേറ്റ കഴകം, അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഗ്രാൻഡ് ഓപ്പോസിഷൻ പാർട്ടി, ഇതൊക്കെയും ഒരു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് വളരെയധികം കൺസേൺ ആവുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക? ആർട്ടിക്കിൾ 263 പ്രകാരമുള്ള ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ സ്ട്രെങ്തൻ ചെയ്യുകയും സംസ്ഥാനങ്ങളും ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ യൂണിയൻ ഗവൺമെന്റുകളും തമ്മിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ട് ആര് നിൽക്കണം? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ നിൽക്കുകയും അവരുടെ ഫെഡറലിസം, അവരുടെ അവകാശങ്ങളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു നടപടികൾ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എന്നാൽ ഈ ഒരു ഫ്ലെക്സിബിൾ ഫെഡറലിസം എന്ന ഒരു സാഹചര്യം ഇവിടെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ഇത് ഫെഡറലിസം ഇസ് നോട്ട് ഫോർ മീ ബട്ട് നോട്ട് ഫോർ യു എന്ന ഒരു കാഴ്ചപ്പാടിൽ ഈ റീജിയൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് പലപ്പോഴും ഈ രാജ്യത്തിന് അത് സാധ്യമാകാതെ വരുന്നുണ്ട് എന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഇതിന്റെ ഓതേഴ്സ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ഒരു പോയിന്റ് ആണ് സീക്കിംഗ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ മെന്റൽ ഹെൽത്ത് കെയർ. എന്താണ് ഈ മെന്റൽ ഹെൽത്ത് കെയർ എന്ന് നമുക്ക് നോക്കാം. മെന്റൽ ഹെൽത്ത് കെയർ പലപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ 15% ആളുകൾ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള മെന്റൽ ഇഷ്യൂസിൽ അല്ലെങ്കിൽ മെന്റൽ ട്രോമയിൽ, മെന്റൽ ഹെൽത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള, മെന്റൽ ഹെൽത്ത് ഇംബാലൻസുകൾ സംഭവിക്കാനുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ പോപ്പുലേഷൻ ഉള്ളത്. ഏകദേശം 15%, ഏകദേശം 1.5 കോടി ജനങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ മെന്റൽ ഇൽനെസ് ഉണ്ട് എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പഠനം പൂർത്തീകരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ആദ്യം വേണ്ടത് അല്ലെങ്കിൽ ഈ മാനസിക ആരോഗ്യ പരിരക്ഷണത്തിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള ആവശ്യമാണ് റെസ്പോൺസീവ് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് റെസ്പോൺസീവ് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്? റെസ്പോൺസീവ് കെയർ സിസ്റ്റം എന്നതിലേക്ക് എത്തുന്നതിന് മുൻപ് പലപ്പോഴും ഇതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ചില മെന്റൽ ഹോസ്പിറ്റലുകൾ നമ്മളുടെ രാജ്യത്ത് എല്ലായിടങ്ങളിലും മിക്ക സ്ഥലങ്ങളിലുമുണ്ട്. എന്നാൽ ഈ മെന്റൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി പലപ്പോഴും ഓവർ ക്രൗഡഡ് ആയിരിക്കും. പലരും ഓവർ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ പലപ്പോഴും ലോക്ക് ചെയ്യാറോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള ഒരു ജയിലിലേക്ക് അടയ്ക്കപ്പെടുകയോ ചെയ്യാറുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. ഈ ഉപേക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെടുക അല്ലെങ്കിൽ കെട്ടിയിടുക, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഫെസിലിറ്റിയിൽ കുത്തി നിറച്ച് താമസിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാറുണ്ട്. ഈ മെന്റൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉണ്ടാകാറുണ്ട്. ഈ മെന്റൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഈ വയലേറ്റ് ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയുടെ, ആ മനുഷ്യന്റെ ഹ്യൂമൻ റൈറ്റ്സ് ആണ്. മാനുഷികമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളെയാണ് നിഷേധിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൗലികമായ അവകാശമായിട്ടുള്ള ആർട്ടിക്കിൾ 21 എന്താണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു എക്സിസ്റ്റൻസ് മാത്രമല്ല, ഹി മസ്റ്റ് ബി ഹാവിങ് എ ഡീസന്റ്
സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആസ് വെൽ. അതുകൊണ്ട് ബെറ്റർ കെയർ കൊടുക്കണം, ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റി, പേഴ്സൺഹുഡ്, ഫാർസൈറ്റ്, ഇങ്ങനെയുള്ള പല അന്തസ് ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു തലങ്ങളിലേക്കാണ് ഈ രാജ്യം പോകുക. അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുള്ള ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് അതൊരു മറ്റ് വിഭാഗത്തായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഒരു പോപ്പുലേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് എന്ന ഒരു തോന്നലാണ്. അപ്പോൾ അത്തറിങ് ഫാക്ടേഴ്സ് എവിടെ ഉണ്ടാകാറുണ്ട്? പലപ്പോഴും മെന്റൽ ഇൽനസ് ട്രീറ്റ്മെന്റുകളിൽ ഉണ്ടാകാറുണ്ട്. ഈ അത്തറിങ് ഫാക്ടർ ആണ് ഇതിലെ ഏറ്റവും വളരെ ഗ്രേവ് ആയിട്ടുള്ള ഒരു സൈഡ്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റിൽ ഏറ്റവും ഗ്രേവ് ആയിട്ടുള്ള ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ അത്തറിങ് ഫാക്ടർ ആണ്. ഇപ്പൊ അത്തറിങ് ഫാക്ടേഴ്സിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് WHO മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ആ ഗൈഡൻസ്? ഗൈഡൻസ് ഓൺ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സർവീസസ് launched by World Health Organization. ഇതൊരു പ്രിലിംസ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, ഈ ഒരു മെന്റൽ ഹെൽത്ത് ഗൈഡൻസ് കൊണ്ടുവന്നത് ഏത് ഓർഗനൈസേഷൻ ആണ് എന്ന ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അത് WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് 3 models from India, address that issue from the same side as the mental health service provider, and focus on the co-production of knowledge and on good practice built around key themes of crisis service, peer support, supported living, community outreach, hospital-based services, and comprehensive mental health services. പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുള്ള 3 പ്രധാനപ്പെട്ട മോഡലുകളിൽ നിന്ന് ഊന്നിക്കൊണ്ടാണ് WHO ഈ ഗൈഡ് ലൈൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ്, അതുപോലെ തന്നെ 22 രാജ്യങ്ങൾ, ഇന്ത്യയിൽ നിന്ന് 3 മോഡൽസ് എടുത്തിട്ടുണ്ട്, പ്ലസ് 22 മറ്റ് രാജ്യങ്ങളുടെ ഒരു എക്സാമ്പിൾസും നമുക്കിവിടെ നോക്കേണ്ടതുണ്ട്. Alfea House in USA is driven by peers and often respite to person who have significant emotional or mental distress. പലപ്പോഴും അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് പേഴ്സൺ സെന്റേർഡ് ആണ്. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ ഉള്ള വ്യക്തിയെ ഊന്നിക്കൊണ്ട് വേണം അയാൾക്ക് വേണ്ട ഒരു കസ്റ്റമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തഡോളജിയാണ് ഇവിടെ അനുവർത്തിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ആൽഫിയ ഹൗസ് എന്ന് പറയുന്നത്. അതായത് ഈ ആൽഫിയ ഹൗസിൽ ഈ സിമിലർ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു 7 ദിവസം തങ്ങുകയും അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുകയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഷെയർഡ് ഇൻഫോർമേഷൻസ് ഉണ്ടാവുകയും അവർക്ക് റിലീഫ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആൽഫിയ ഹൗസ് ഇൻ ദി യുഎസിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാറുണ്ട്. ന്യൂസിലാൻഡിൽ പലപ്പോഴും മറ്റൊരു തലത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തെറാപ്പറ്റിക് ആയിട്ടുള്ള ചില ട്രീറ്റ്മെന്റുകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് സപ്പോർട്ടുകൾ ഒക്കെയും ഉണ്ടാകേണ്ടത് ആവശ്യകതയെ കുറിച്ചിട്ടാണ് മെന്റൽ ഹെൽത്ത് സർവീസ് ഗൈഡൻസ് WHO പുറത്തിറക്കിയത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഓഫ് സർവീസ് ഷുഡ് ബി പ്രൊവൈഡഡ്. എന്താണ് നെറ്റ്വർക്ക് ഓഫ് സർവീസസ്? The Supreme Court and the Madras High Court have advised vaccination for those in mental health care homes and for those homeless and living with a mental illness. While those institutions should access the support at the earliest for those homeless and who hope not to enter mental health establishment en masse from where exit pathways may be laborious, there are 2 paths. In the first, drives will be conducted and persons with mental illness will be housed in overcrowded institution with a scant regard of agency or for social determinants of ill health. രണ്ടാമത്തേത്, the other would aim to provide a network of service ranging from kitchens at vantage point to mobile mental health and social healthcare clinics, not intimidating guest homes at village panchayat with access to toilet and comfort of a welcoming team and well-being kiosks other than basic income or facilitate in livelihood as well. അതായത് ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് സിസ്റ്റത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ബേസിക് ആയിട്ടുള്ള നീഡുകൾക്ക് വേണ്ടുന്ന 2 അപ്രോച്ചുകൾ. ഒന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടും മറ്റൊന്ന് കിയോസ്കുകളും പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് വേണ്ട ബേസിക് സപ്പോർട്ടുകൾ ലഭിക്കുവാനുള്ള കിയോസ്കുകളും ലഭിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെറാപ്യൂട്ടിക് മെഷേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് സ്കീസോഫ്രീനിയ
റിലീഫ് ഫൗണ്ടേഷൻ എന്നറിയപ്പെടുന്ന ഒരു അസോസിയേഷന്റെ തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു അവിടുത്തെ ഏറ്റവും ആദ്യത്തെ ടച്ച് പോയിന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും അവരുടെ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെയോ ഒരു ഗൈഡ് മേൽനോട്ടത്തിൽ അവർക്ക് ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റുകൾ, അതുപോലെ തന്നെ അവർക്ക് പ്രാർത്ഥന പോലുള്ള ചില യോഗ പോലുള്ള ചില ഇനിഷ്യേറ്റീവ്സിൽ അവരെ ഉൾപ്പെടുത്തുകയും അവർക്ക് റിലീഫ് ചെയ്യാൻ സഹായിക്കുന്ന ചില തെറാപ്പീസ് കൊടുക്കുകയും അതിനൊപ്പം തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട് പറയുന്ന മറ്റൊരു കാര്യമാണ് ഇന്റഗ്രേഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് ഇൽനെസ് ടു പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആസ് വെൽ. അപ്പൊ ഈ പറയുന്ന പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലെ സ്റ്റാഫിന് വേണ്ട ട്രെയിനിങ്ങുകൾ ഈ മെന്റൽ ഹെൽത്ത് ഇൽനെസ് ആയിട്ടുള്ള ആളുകളെ ഡീൽ ചെയ്യാനുള്ള ട്രെയിനിങ്ങുകൾ എവിടെ കൊടുക്കുന്നുണ്ട്? ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ എന്താണ് അവയർനെസ് പ്രോഗ്രാംസ്, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആൻഡ് പ്ലസ് എംപവർമെന്റ്. എന്താണ് ഈ എംപവർമെന്റ് എന്ന് പറയുന്നത്? പലപ്പോഴും ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സോഷ്യൽ എക്സ്ക്ലൂഷൻ ഈ വിഭാഗം ആളുകൾ അനുഭവിക്കുന്ന ഒന്നാണ്. എന്താണ് ഈ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്? പലപ്പോഴും ഒരു ലിവ്ലിഹുഡ് ഇല്ലാതിരിക്കുക, സ്വന്തം വീടുകളിൽ പോലും അംഗീകരിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെന്റൽ ട്രോമയിലേക്ക് വീണ്ടും കടന്നു പോവുകയും അല്ലെങ്കിൽ ഉപേക്ഷിപ്പിക്കപ്പെടുകയും തെരുവിൽ ഏകനായി മരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അത്തരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തറിംഗ് ഫാക്ടർ ഒഴിവാക്കുക എന്നുള്ളതിനെ ഉദ്ദേശിച്ച് എന്താണ് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുവാനുള്ള ഒരു ട്രെയിനിങ്ങുകളും അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളും എവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഇതിന്റെ അല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഐഡിയോളജി. സോ ഇറ്റ് കുഡ് ബി കൺസിഡർഡ് ആസ് ദ പൈലറ്റ് പ്രോഗ്രാം ഫോർ ദ മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് ഇൻ ദ ഇന്ത്യ ആസ് വെൽ ആസ് അതർ നേഷൻസ് ആസ് വെൽ. അപ്പൊ അടുത്ത ഒരു പോയിന്റ് നമുക്കൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. എത്യോപ്യയുടെ ഒരു റിനൈസൻസ് ഡാമുകളെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പൊ അതിനെക്കുറിച്ച് അതിന്റെ കോൺഫ്ലിക്റ്റുകൾ എന്തൊക്കെയാണ് എന്നതിനൊക്കെ കടക്കുന്നതിന് പകരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ ജിയോ പൊളിറ്റിക്കൽ മാപ്പിനെ കുറിച്ചിട്ടാണ്. മാപ്പ് സ്റ്റഡിയാണ് നമ്മളത് ഏറ്റവും പ്രധാനമായിട്ടും പ്രിലിമിനറി ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതൊരു ആഫ്രിക്കൻ രാജ്യമാണ്. ആഫ്രിക്കൻ രാജ്യം ഇറ്റ്സ് എ ലാൻഡ് ലോക്ഡ് നേഷൻ. നമുക്കറിയാം ഇവിടെ സുഡാൻ ഒരു രാജ്യം, 2 എറിത്രിയ, 3 ജിബൂട്ടി, സൊമാലിയ, കെനിയ തുടങ്ങിയ 5 രാജ്യങ്ങളുടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലാൻഡ് ലോക്ഡ് നേഷനാണ് നമ്മളുടെ ആഡിസ് അബാബ അല്ലെങ്കിൽ എത്യോപ്യ എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലാൻഡ് ലോക്ഡ് നേഷൻ ആണ്. ഇപ്പൊ ഇവിടുന്ന് ചോദ്യം വരാം, നോർത്തേൺ സ്റ്റേറ്റ് ഏതാണ്, സദേൺ റീജിയൻ ഏതാണ്, വെസ്റ്റേൺ, ഈസ്റ്റേൺ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇതിലേക്ക് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഗ്രാൻഡ് റിനൈസൻസ് ഡാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിൽറ്റ് ഓൺ ബ്ലൂ നൈൽ റിവർ. ബ്ലൂ നൈൽ റിവറിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് എവിടെയൊക്കെയാണ് പോകുന്നത്? സുഡാനിലുണ്ട്, നമുക്കറിയാം അഡിസ് അബാബ അല്ലെങ്കിൽ എത്യോപ്യയിൽ കൂടി കടന്നു പോകുന്ന ഒരു വലിയ ഒരു നദിയാണ്. ഈ നദിയിലാണ് എന്ത് സ്ഥാപിച്ചിരിക്കുന്നത്? ഈ ഒരു ഗ്രാൻഡ് റിനൈസൻസ് ഡാം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ ബ്ലൂ നൈൽ ഉണ്ട്, വൈറ്റ് നൈൽ ഉണ്ട്, അതിന്റെ ഡിൻഡർ ഉണ്ട്. ഇങ്ങനെയുള്ള നദികൾ നമുക്ക് നോക്കാം. അതിനൊപ്പം തന്നെ ഈ രാജ്യങ്ങളുടെ പേര് സുഡാൻ, എറിത്രിയ, ജിബൂട്ടി, സൊമാലിയ, കെനിയ തുടങ്ങിയ രാജ്യങ്ങൾ, ഏകദേശം 5 രാജ്യങ്ങളാണ് ഇതിനെ ചുറ്റിയുള്ളത്. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ കിഴക്കൻ റീജിയനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 2 പ്രധാനപ്പെട്ട കടലുകളാണുള്ളത്. ഒന്ന് റെഡ് സീ ഉണ്ട്, മറ്റൊന്ന് ഗൾഫ് ഓഫ് ഏഡൻ ഉണ്ട്. ഈ ഗൾഫ് ഓഫ് ഏഡനെയും റെഡ് സീയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ബാബ് അൽ മണ്ഡബ് എന്ന ഒരു സ്ട്രെയിറ്റ് ആണ്. ഇത് ബാബ് അൽ മണ്ഡബിന്റെ പടിഞ്ഞാറൻ തീരത്ത് ജിബൂട്ടിയും എറിത്രിയയുമാണുള്ളത്. കിഴക്കൻ തീരങ്ങളിൽ അല്ലെങ്കിൽ യമൻ എന്ന രാജ്യമാണ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. സൊമാലിയയുടെ നോർത്തേൺ പോയിന്റിലാണ് എന്നുള്ളത് ഗൾഫ് ഓഫ് ഈഡൻ ഉള്ളത്. റെഡ് സീ എവിടെയാണ്? എറിത്രിയയുടെ സൈഡിലാണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രിലിംസിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. Which of the given statement with respect to Grand Ethiopian Renaissance Dam or GERD is or are correct? The dam, when completed, will be the largest hydroelectric dam in Africa. It is being constructed on
River Sobat, a tributary of River Nile. It has become a matter of contention between Ethiopia and Egypt. ഇതിൽ ഏതൊക്കെയാണ് ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു റിവർ സോബത്തിലല്ല, പകരം എന്താണ് ബ്ലൂ നൈലിലാണ് എന്തുള്ളത് ഈ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ 1ഉം 2, 3യുമാണ് ശരിയായിട്ടുള്ളത്. സോ 1 and 3 ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. Grand Ethiopian Renaissance Dam, when completed, will be the largest hydroelectric dam in Africa. The dam is under construction since 2011. This is being constructed on river Blue Nile in Ethiopia. GRA has been a matter of contention between Ethiopia, Egypt, and Sudan. The team Safe Harmony Immunity sees in news refers to agreement between Sri Lanka providing immunity to fishermen entering into each other's territorial water. Immunity offered to social media intermediaries from criminal liability. Option C, immunity from quarantine rules in European Union countries for the holders of Green Pass. Governmental immunity from taxation by state governments in the areas of overlapping tax jurisdiction. Safe Harmony, it is an immunity offered to social media intermediaries from criminal liability. And it is immunity of safe harbor is provided for Section 79 Clause 1 of the Information Technology Act. Section 79 of the IT Act states an intermediary shall not be liable for any third-party information, data, or communication link made available or hosted by him, therefore providing safe harbor protection. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാട്സാപ്പിന്റെ കേസ് ചർച്ച ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു സേഫ് ഹാർമണി ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട്. അപ്പോൾ IT Act 79 Clause 1നെ കുറിച്ചും നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. കൂടുതൽ റെഫറൻസ് വേണമെങ്കിൽ ഈ നിങ്ങൾക്ക് പഴയ വീഡിയോസിലേക്ക് കടന്ന് അല്ലെങ്കിൽ നോക്കാവുന്നതാണ്. സേഫ് ഹാർമണി അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഇറ്റ് ഈസ് ആൻ ഇമ്മ്യൂണിറ്റി ഓഫേർഡ് ടു സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറീസ് ഫ്രം ക്രിമിനൽ ലയബിലിറ്റി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ന്യൂസ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫെഡറലിസം, ഇന്ത്യൻ പോളിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. 2 മെന്റൽ ഹെൽത്ത്, സോഷ്യൽ കോസ് ആണ്. അപ്പൊ രണ്ടും കൃത്യമായിട്ട് വായിക്കുകയും അനലൈസ് ചെയ്യുകയും നോട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുക. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.